നിലമ്പൂരിൽ നിന്നൊരു വാർത്ത. കോൺഗ്രസ് നേതാക്കളുടെ വാഹനത്തിൽ പരിശോധന. ഇന്നലെ രാത്രിയാണ് ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നീ നേതാക്കന്മാരുടെ വാഹനത്തിൽ പരിശോധന നടത്തിയത്. വാഹനത്തിലെ പെട്ടിയിൽ വസ്ത്രങ്ങളും പുസ്തകങ്ങളുമാണ് ഉണ്ടായിരുന്നത്. ഏകപക്ഷീയമായ പരിശോധന എന്നാണ് നേതാക്കൾ ആരോപിക്കുന്നത്. നിലമ്പൂരിൽ നിന്ന് റാഫി കരീം തത്സമയം ചേരുന്നു. റാഫി, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ. ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ വാഹനം നിലമ്പൂർ വടപ്പുറത്ത് വെച്ച് പോലീസ് പരിശോധന നടത്തിയത്. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള സ്വാഭാവിക പരിശോധന എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം. രാത്രി 10 മണിയോടെ ഷാഫി പറമ്പിൽ എംപിയും ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയും സഞ്ചരിച്ച വാഹനമായിരുന്നു പോലീസ് തടഞ്ഞു നിർത്തി പരിശോധിച്ചത്. ഷാഫി പറമ്പിലായിരുന്നു ഈ വാഹനം ഓടിച്ചിരുന്നത്. ഒപ്പം ഷാഫി പറമ്പിലിന്റെ ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിലും ഉണ്ടായിരുന്നു. ഈ പരിശോധന സമയത്ത് പോലീസ് എത്തി വാഹനത്തിൽ പരിശോധന നടത്തുന്നതിനിടെ ഡിക്കിയിൽ നിന്നൊരു പെട്ടി കണ്ടെത്തുകയുണ്ടായി. ഈ പെട്ടിയും പോലീസ് തുറന്ന് പരിശോധിക്കുകയായിരുന്നു. ഈ പെട്ടി തുറന്ന് പരിശോധിക്കണമെന്ന് പോലീസ് ഷാഫി പറമ്പിലിന്റെ MPയോടും ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനോടും ആവശ്യപ്പെടുകയായിരുന്നു. പിന്നീട് പോലീസ് ഈ പെട്ടി തുറന്ന് പരിശോധിച്ചു. ഈ പെട്ടിയിൽ വസ്ത്രങ്ങളും പുസ്തകങ്ങളുമാണ് ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഈ പരിശോധനാ വേളയിൽ ഈ MPയും MLAയും പോലീസുമായി കയർക്കുകയും ചെയ്തിരുന്നു. ഈ രണ്ടുപേരും പോലീസിനോട് കോൺഗ്രസ് നേതാക്കളുടെ വാഹനങ്ങളിലും റൂമുകളിലും മാത്രമാണല്ലോ പരിശോധന എന്ന് പറയുകയും ഈ പോലീസിനോട് കയർക്കുകയും ചെയ്തു. ഇതേസമയം പോലീസ് ഇവർക്ക് നൽകിയ വിശദീകരണം തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള സ്വാഭാവികമായ ഒരു പരിശോധനയാണ് എന്ന് മാത്രമാണ്. നിലമ്പൂർ നഗരത്തിലേക്ക് വരികയായിരുന്നു ഇരുവരും താമസിക്കുന്ന റോസ് ഹോട്ടലിലേക്ക് ഉള്ള യാത്രാവേളയിലാണ് ഇത്തരത്തിലൊരു പരിശോധന നടന്നത്. രാത്രി 10 മണിയോടുകൂടി ഈ നിലമ്പൂർ റോസ് ഹോട്ടലിന് 3 കിലോമീറ്റർ മാത്രം മുൻപാണ് വടപ്പുറം എന്ന് പറഞ്ഞ സ്ഥലം. നിലമ്പൂരിലേക്ക് ഉള്ള പ്രവേശന കവാടം കൂടിയാണ് ഈ സ്ഥലം. ഈ ഭാഗത്ത് വെച്ചായിരുന്നു പോലീസിന് ഇത്തരത്തിലുള്ള ഒരു പരിശോധന ഉണ്ടായിരുന്നത്. നേരത്തെ തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ നീലപ്പെട്ടി വിവാദമെല്ലാം ഉണ്ടായിരുന്നു. അന്ന് നീലപ്പെട്ടി തുറന്ന് പരിശോധനയൊക്കെ നടത്തിയത് ഈ കോൺഗ്രസ് നേതാക്കൾ താമസിച്ചിരുന്ന റൂമുകളിലായിരുന്നെങ്കിൽ ഇത്തവണ അത് റോഡിലാണ് പരിശോധന നടന്നതെന്ന വ്യത്യാസം മാത്രമാണുള്ളത്. എന്തായാലും സംഭവം വലിയ വിവാദമാക്കുകയാണ് കോൺഗ്രസ് നേതാക്കളോട് മാത്രം ഇത്തരത്തിൽ പോലീസിനെ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് വേളയിൽ ഈ പരിശോധനകൾ നടത്തി ഈ തെരഞ്ഞെടുപ്പ് വിഷയം മാറ്റി ചർച്ച ചെയ്യിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങളാണ് CPMന്റെ ഭാഗത്തുണ്ടാകുന്നത് എന്നുള്ളതാണ് നിലവിൽ ഈ കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും രാവിലെ 11 മണിയോടുകൂടി KPCC പ്രസിഡന്റ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഈ വിഷയങ്ങളെല്ലാം തന്നെ ഉന്നയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സ്വരാജിന്റെ പ്രതികരണം എത്തിയിട്ടുണ്ട്. സ്വരാജ് പറഞ്ഞത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള സ്വാഭാവിക പരിശോധനയാണ്. MLAക്കും MPക്കും എല്ലാം ഇത്തരം പരിശോധനകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പോലീസും ഇത് തന്നെയാണ് വിശദീകരണമായി പറയുന്നത്. എന്തായാലും ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ വാഹനത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളൊരു പരിശോധന ഉണ്ടാകുന്നത്. ഷാഫി പറമ്പിൽ MPയുടെയും ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയും സഞ്ചരിച്ചിരുന്ന വാഹനമാണ് പോലീസ് തുറന്ന് പരിശോധിച്ചത്. ഈ വാഹനത്തിലുണ്ടായിരുന്ന പെട്ടിയും പോലീസ് തുറന്ന് പരിശോധിക്കുകയും ചെയ്തു. ഓക്കെ റാഫി, വേറെ ഏതെങ്കിലും പാർട്ടിക്കാരുടെ ഈ വാഹനം പരിശോധിച്ചായിട്ടുള്ള വിവരമുണ്ടോ? ഇതോ കോൺഗ്രസുകാർക്ക് മാത്രമേ ഈ പരിശോധന ബാധകമാകുന്നുള്ളൂ? നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ പരിശോധനയിൽ ഉൾപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകർ 2 പേർ മാത്രമാണ് എന്നുള്ളതാണ്. അതായത് ഷാഫി പറമ്പിലും ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും മാത്രമാണ് ഈ പരിശോധനയിൽ ഉണ്ടായിരുന്ന പ്രമുഖർ എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇന്നലെ നടന്ന പരിശോധന അതൊരു സ്വാഭാവിക പരിശോധനയാണ് എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്ത് പറയുന്നത്. എന്നാൽ ഇത്തരത്തിൽ ഏതെങ്കിലും നേതാക്കൾ കോൺഗ്രസിന്റെയോ LDFന്റെയോ BJPയുടെ ഏതെങ്കിലും തരത്തിലുള്ള നേതാക്കൾ ഈ പരിശോധന ഇവർക്ക് ഈ നേതാക്കളുടെ വാഹനങ്ങളിൽ പരിശോധന നടത്തിയെന്നുള്ള കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. എന്തായാലും പ്രമുഖരായ 2 കോൺഗ്രസ് നേതാക്കൾ ഈ പരിശോധനയ്ക്ക് വിധേയരായിരിക്കുന്നു. പോലീസിന്റെ പരിശോധന ഇവരുടെ വാഹനങ്ങൾ തുറന്ന് പരിശോധിക്കുന്നു, പെട്ടി തുറന്ന് പരിശോധിക്കുന്നു. ഇതിനിടയിൽ ചെറിയ വാക്കേറ്റവും ഈ പോലീസുമായി ഈ നേതാക്കൾ നടത്തുന്നുണ്ട്. കാരണം ഈ നേതാക്കളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് സർവീസിലുണ്ടല്ലോ, ഇനിയും കാണാം എന്ന രീതിയിൽ തന്നെ പറയുന്നു. ഷാഫിയും ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പൊട്ടിമുളിച്ച് MLAമാരും MPമാരും ആയതല്ല, ഞങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിൽ വ്യക്തമായ ബോധ്യമുണ്ട്, വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് എന്നൊക്കെ തന്നെ കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് ഈ പരിശോധനയെ ഇവർ നേരിടുന്നത്. എന്തായാലും പോലീസിന്റെ പരിശോധന തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ നിലമ്പൂരിൽ ചർച്ചയാകുമെന്നുള്ളത് ഉറപ്പാണ്. മറ്റ് നേതാക്കളൊന്നും പരിശോധനയ്ക്ക് വിധേയരായിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. LDFന്റെയോ BJPയുടെയോ കോൺഗ്രസിന്റെയോ തന്നെ മറ്റ് നേതാക്കളൊന്നും ഇത്തരത്തിലൊരു പരിശോധനയ്ക്ക് വിധേയരായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ഈ പോലീസ് ഇത്തരത്തിലുള്ള പരിശോധനകൾ നിലമ്പൂരിൽ നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെയും ഒരു നേതാക്കളുടെ വാഹനങ്ങളിലേക്കുള്ള പരിശോധനയൊന്നും നടന്നിട്ടില്ല. ഈ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചത് മുതൽ നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്ത
ചെയ്ത് പ്രചരണം നടത്തുന്ന ആളുകളാണ് ഇവർ. 2 വാഹനങ്ങളും നിലമ്പൂരിൽ ഈ പ്രചരണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ചിലപ്പോൾ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വാഹനത്തിലായിരിക്കും. ചിലപ്പോൾ ഇരുവരും ചേർന്ന് ഷാഫി പറമ്പിലിന്റെ വാഹനമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇത്തരത്തിൽ 2 പേരും കഴിഞ്ഞ 16 ദിവസമായി നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്ത് പ്രചരണം നടത്തുന്ന ആളുകളാണ്. ഇതിനു മുൻപ് ഇത്തരം പരിശോധനകളൊന്നും ഇവർ നേരിടേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് കൂടിയാണ്. ഇപ്പോൾ ഇന്നലെ രാത്രി ഇത്തരത്തിൽ നടന്നൊരു പരിശോധന അത് ആസൂത്രണമാണ് എന്നുള്ള ആരോപണവും പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. ഇവർ നിലമ്പൂരിലേക്കുള്ള യാത്രയിലായിരുന്നു. നിലമ്പൂർ നഗരത്തിന് 3 കിലോമീറ്റർ മുമ്പ് വച്ചിട്ടാണ് ഈ പരിശോധന നടത്തുന്നത്. അതായത് നിലമ്പൂർ നഗരത്തിലേക്ക് ഇവർ എന്തെങ്കിലും കൊണ്ടുവരുന്നു എന്നുള്ള സൂചന അല്ലെങ്കിൽ ആ തരത്തിലുള്ള വിവരങ്ങൾ ഒരുപക്ഷെ പോലീസ് ലഭിച്ച് അതിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയാണോ, ഇത്തരം കാര്യങ്ങളിലെല്ലാം വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും പരിശോധന അത് വലിയ വിവാദമാവുകയാണ്. പാലക്കാട്ടെ നീലപ്പെട്ടി പോലെ തന്നെ നിലമ്പൂരിലെ രാത്രികാല പരിശോധനയും വരും ദിവസങ്ങളിൽ ചർച്ചയാകും. റാഫി കരീം നിലമ്പൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നു. അതുപോലെ ബിപിൻ സി വിജയൻ കൂടി നമുക്കൊപ്പം ശരിയാണ്. ബിപിൻ, യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫി പറമ്പലിൻ്റെയും ഈ വാഹനങ്ങൾ പരിശോധിച്ചു എന്നുള്ള വാർത്തകൾ വരുമ്പോൾ കടുത്ത പ്രതിഷേധം കോൺഗ്രസ്സുകാരിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. ഇത് ഏകപക്ഷീയമായ പരിശോധനയാണ് എന്ന വിമർശനം അവർ ഉയർത്തി കഴിഞ്ഞു. മറ്റു വിവരങ്ങൾ? അതേ SKN മറ്റ് മുന്നണികൾക്കോ ഒന്നുമില്ലാത്ത ഒരു പരിശോധനയാണ് ഇപ്പോൾ UDFന്റെ MP-മാർ UDFന്റെ ജനപ്രതിനിധികളോട് മാത്രം കാണിക്കുന്നത് എന്നുള്ളതാണ്. ഏകപക്ഷീയമായിട്ടുള്ള ഒരു തീരുമാനം, ഏകപക്ഷീയമായിട്ടുള്ള നടപടി എന്നുള്ളത് തന്നെയാണ് UDFന്റെ നേതാക്കൾ പറയുന്നത്. പാലക്കാടിന് സമാനമായി തന്നെ ഇപ്പോൾ നിലമ്പൂരിലും ഈ പെട്ടി വിവാദം വന്നിരിക്കുകയാണ്. പാലക്കാട് അതൊരു ഹോട്ടൽ മുറിയിലായിരുന്നു അന്നത്തെ പരിശോധന, വലിയ വിവാദമൊക്കെ ആയത് എന്നുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ നടുറോട്ടിൽ വെച്ചാണ് നിലമ്പൂരിൽ ഒരു പരിശോധന നടന്നിരിക്കുന്നത്. നിലമ്പൂർ നഗരത്തോട്ടിലേക്ക് വരുന്നതിന് തൊട്ട് മുൻപ് വടപുറത്ത് കനോലി പ്ലോട്ടിന്റെ സമീപം വെച്ചിട്ടായിരുന്നു ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു ഈ പരിശോധന ഉണ്ടായിരുന്നത്. അതിൽ ഷാഫി പറമ്പിലാണ് ഈ വാഹനം ഓടിച്ചിരുന്നത്. പോലീസ് കൈ കാണിക്കുന്നു. അതൊരു സാധാരണ പരിശോധനയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വാഹനം തടഞ്ഞു നിർത്തിയെന്നാണ് പറയുന്നത്. പോലീസിന്റെ ഒരു ഭാഷ്യം ഇവരെ മനസ്സിലായില്ല, ജനപ്രതിനിധികളെ മനസ്സിലായില്ല എന്നുള്ളതായിരുന്നു. അങ്ങനെ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഡിക്കി തുറക്കാൻ ആവശ്യപ്പെടുന്നു. ഡിക്കി തുറന്നതിന് ശേഷം അതിലൊരു പെട്ടി ഉണ്ടായിരുന്നു. ആ പെട്ടി പരിശോധിക്കണം എന്ന് പറയുകയായിരുന്നു. ആ പെട്ടി പുറത്തേക്കിട്ട് അതിലെന്താണ് എന്നുള്ളതും പോലീസ് പരിശോധിച്ചു. അതിൽ വസ്ത്രങ്ങളും പുസ്തകങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് നടപടികളിലേക്ക് പോലീസ് കടന്നില്ല. അപ്പോഴേക്കും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും ഒപ്പം തന്നെ ഷാഫി പറമ്പിലും പോലീസിനോട് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ട്, കയർക്കുന്നുണ്ട്. നമുക്ക് കാണുകയും ചെയ്യാം. ഈ പെട്ടിയിൽ എന്താണ് എന്നുള്ളത് ഞങ്ങളെ മനസ്സിലായില്ലേ എന്നുള്ളതടക്കം ചോദിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇനിയും സർവീസ് ഉണ്ടല്ലോ, അതിനുള്ള പാരിതോഷികം തരാം എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. വേഷം കെട്ടൽ ഇങ്ങോട്ടേക്ക് വേണ്ട എന്നുള്ളത് ഷാഫി പറമ്പിലും പറയുന്നുണ്ട്. ഇവരെ മനസ്സിലായില്ല എന്നുള്ളത് പറഞ്ഞതാണ് കൂടുതൽ പ്രകോപിപ്പിച്ചത്. ഇതൊരു സാധാരണ പരിശോധന എന്ന് പറയുമ്പോൾ പോലും ഇവരെ മനസ്സിലായില്ലേ എന്നുള്ളതുണ്ട് കൂടുതൽ. അപ്പോൾ ഇതൊരു ആസൂത്രിതമായിട്ടുള്ള നീക്കം എന്നുള്ളതാണ് UDF ക്യാമ്പ് ഇതിനോടകം തന്നെ പറയുന്നത്. അതിൽ കൂടുതൽ വിവാദങ്ങളും കൂടുതൽ പ്രതികരണങ്ങളും വരും എന്നുള്ള കാര്യം തീർച്ചയാണ്. മറ്റ് മുന്നണികളുടെ, പ്രത്യേകിച്ച് LDFന്റെ മുന്നണികളുടെ പരിശോധന എന്തുകൊണ്ട് നടത്തുന്നില്ല? പോലീസിന്റെ സാധാരണ പരിശോധനയാണ് എന്നുണ്ടെങ്കിൽ എല്ലാ വാഹനങ്ങളും, എല്ലാ ജനപ്രതിനിധികളുടെ വാഹനങ്ങളും പരിശോധിക്കേണ്ടേ? ഇത് എന്തുകൊണ്ട് UDFന്റേത് മാത്രം എന്നുള്ള ഒരു ചോദ്യമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ആസൂത്രിതം എന്നുള്ള സംശയത്തിലേക്ക് UDF പോവുകയും ചെയ്യുന്നത്. ഈ പെട്ടി തുറന്ന് അതിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഒപ്പം തന്നെ ഒരു വിശദമായിട്ടുള്ളൊരു പരിശോധന തന്നെ വാഹനത്തിൽ വേണം എന്നുള്ളത് പോലീസ് ശാഠ്യം പിടിച്ചു എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ പോലീസുമായി ബന്ധപ്പെട്ട് ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ. അപ്പോൾ ഒരു നാടകീയ രംഗങ്ങൾ തന്നെ ഇന്നലെ രാത്രി 10 മണിക്ക് ശേഷം നിലമ്പൂരിൽ നടന്നിരിക്കുന്നു. വീണ്ടും ഒരു പെട്ടി വിവാദം ഇതിന്റെ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ഇനി 3 ദിവസങ്ങൾ മാത്രമാണ് ഈ ഒരു പരസ്യ പ്രചാരണം അവസാനിക്കാനുള്ളത്. നാളെ പ്രിയങ്ക ഗാന്ധി എത്തുന്നു, മുഖ്യമന്ത്രി മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് പുതിയൊരു വിവാദം ഉണ്ടായിരിക്കുന്നത്. വീണ്ടും ഒരു പെട്ടി വിവാദം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇത് എത്രത്തോളം ഇനിയുള്ള ദിവസങ്ങളിൽ അത് ചൂടുപിടിക്കുമെന്നുള്ള കാര്യവും തീർച്ചയാണ്. SKN നിലമ്പൂരിൽ നിന്ന് ബി ദിലീപ് കുമാർ കൂടി തത്സമയം ചേരുകയാണ്. ദിലീപ്, ഒരുപക്ഷെ ഈ കോൺഗ്രസ് ക്യാമ്പുകളിലൊക്കെ വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു തീരുമാനമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇതിനൊക്കെ നിയമപരമായി സുരക്ഷയുണ്ടെങ്കിൽ പോലും ഈ നേതാക്കന്മാരുടെ പെട്ടികൾ പരിശോധിക്കുന്നു, ബാഗ് പരിശോധിക്കുന്നു, അതല്ലെങ്കിൽ കാറ് പരിശോധിക്കുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് അവരെന്തെങ്കിലും കടത്തിക്കൊണ്ടു പോകുന്നു എന്നുള്ളൊരു ധ്വനി ഉണ്ടല്ലോ അതിൽ. അപ്പോൾ ഈ പരിശോധനയിൽ ഒന്നും കാര്യമായി കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. കൂടുതൽ വിവരങ്ങൾ? തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം വാഹനങ്ങൾ പരിശോധിക്കുക എന്നത് പോലീസും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ ചെയ്യുന്ന ചില നടപടികളാണ്.
അത് ആ നിലയിലുള്ള പരിശോധനകളൊക്കെ ഈ നിലമ്പൂർ മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനപ്രതിനിധികളാണെന്ന് അറിഞ്ഞിട്ടും അവരോട് തട്ടിക്കയറുന്ന പോലീസിന്റെ സമീപനമാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഈ പരിശോധനാ സംഘത്തിന്റെ സമീപനമാണ് ഇപ്പോൾ ഏറ്റവും ചർച്ചയായിട്ടുള്ളത്. നേരത്തെ പാലക്കാട്ട് ഈ നീലപ്പെട്ടി വിവാദം വന്നത് അതിന്റെ അവസാന ലാപ്പിലായിരുന്നു അങ്ങനെ ഒരു നീലപ്പെട്ടി വിവാദം വന്നത്. നീലപ്പെട്ടിയിൽ പണം കടത്തുന്നു എന്നാരോപിച്ചുകൊണ്ട് അവിടെ ഉണ്ടായ സംഭവ വികാസങ്ങൾ, ആ ഹോട്ടലിലുണ്ടായ സംഭവ വികാസങ്ങൾ നാം മറക്കില്ല. ഇപ്പോൾ ഇതാ നിലമ്പൂരിലും ഈ സമാനമായ സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അവിടെ വാഹനം തടഞ്ഞു നിർത്തുന്നു, പരിശോധന നടത്തുന്നു. വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഷാഫി പറമ്പിൽ MP-യും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA, PK ഫിറോസ് യൂത്ത് ലീഗ് നേതാവ് തുടങ്ങിയവരായിരുന്നു. ഇതിൽ ഷാഫി പറമ്പിലാണ് ഈ വാഹനം ഓടിച്ചിരുന്നത്. വാഹനം കൈകാണിച്ചു നിർത്തിയ ഉദ്യോഗസ്ഥർ അത് തടയുകയും അത് പരിശോധന നടത്തുന്നു. ജനപ്രതിനിധികളാണ്, തങ്ങളെ അറിയില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴൊക്കെ പരിശോധന നടത്തിയേ മതിയാകൂ എന്ന നിലപാട് ഈ ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നു. എന്നാൽ ഈ പെട്ടിയിൽ വസ്ത്രങ്ങളും കുറച്ച് പുസ്തകങ്ങളും മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്യുന്നു. ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഈ ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറുന്നുണ്ട്. ഇത് ഇത്തരത്തിലുള്ള, അതായത് ഈ പരിശോധനകൾ നടത്തണമെങ്കിൽ എന്തുകൊണ്ട് എല്ലാ നേതാക്കളുടെയും വാഹനങ്ങൾ തടഞ്ഞു നിർത്തി പരിശോധിക്കുന്നില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പ്രധാനമായും ഉന്നയിക്കുന്ന ആക്ഷേപം. ഈ മണ്ഡലത്തിൽ, നിലമ്പൂർ മണ്ഡലത്തിൽ തന്നെ സംസ്ഥാന മന്ത്രിമാരുണ്ട്, നിരവധി നേതാക്കൾ, കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള നേതാക്കൾ ഈ നിലമ്പൂർ മണ്ഡലത്തിലേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ട്. അങ്ങനെ തലങ്ങും വിലങ്ങും നേതാക്കളുടെ വാഹനങ്ങൾ ഈ നിലമ്പൂർ മണ്ഡലത്തിൽ കാണാം. അങ്ങനെ ആ നേതാക്കളുടെ ഒന്നും വാഹനങ്ങൾ പരിശോധിക്കാതെ തെരഞ്ഞുപിടിച്ച് ഇവരുടെ വാഹനം പരിശോധിച്ചു എന്ന ആക്ഷേപമാണ്. പരിശോധിക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ പരിശോധിച്ചുകൊണ്ട് അപമാനിച്ചു എന്ന നിലയിലുള്ള ആക്ഷേപമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. നിലവിൽ പരാതി നൽകുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. പക്ഷേ KPCC പ്രസിഡന്റ് അടക്കം ഇക്കാര്യത്തിൽ രാഷ്ട്രീയം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ നേതാക്കളുമായി വിശദമായ ചർച്ചയ്ക്ക് ശേഷം മറ്റു നടപടികൾ സ്വീകരിക്കണമോ എന്ന കാര്യം കോൺഗ്രസ് നേതാക്കൾ ആലോചിച്ച് ഇന്ന് തീരുമാനമെടുക്കും. ഏതായാലും ഇതിപ്പോൾ മറ്റൊരു ചൂടേറിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് നിലമ്പൂരിലും പെട്ടി വിവാദം. SK. ദിലീപ് കുമാർ, നിലമ്പൂരിൽ നിന്നാണ് ദിലീപ് കുമാർ നമുക്കൊപ്പം ചേർന്നത്.